ഹായ് മേജർ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്നാ മുടിഞ്ഞ ട്രാഫിക് എന്റെ അമ്മോ. എന്റെ പള്ളി ഇതാരപ്പ. ദേ മൊത്തത്തിൽ ഇത്തിരി നരച്ചു കൊരച്ചു പോയാൽ എന്നാ നല്ല ചരക്കായിട്ട് ഇരിക്കല്ലേ എപ്പോഴും ചന്ദ്രൻ നായര്, അല്ലേ മേജറെ? കഴുതേ കൊഞ്ചാതിരിക്കട അവിടെ. ദേ 3/4 മണിക്കൂറായി നിന്നെ കാത്തിരിക്കുന്നു പറഞ്ഞ് മീശ പിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചന്ദ്രേട്ടൻ. ഓ പിന്നെ ചന്ദ്രേട്ടനോ മീശ പിരിക്കാനോ? എന്നോടോ? അതെ, എലഞ്ഞിപ്പുഴ മാണിക്കത്ത് ശേഖരൻ നായർ ചന്ദ്രശേഖരൻ നായരെ മോന്ത വീപ്പിച്ചോണ്ടല്ലോ പ്ലച്ചേന്ന് വെച്ച കുത്തൂത്തി തരും ഞാൻ. ആ അതെ ചന്ദ്ര, കള്ള നായരെ ഒന്ന് കൂടണ്ടേ നമുക്ക്? മേജർക്ക് ഓർമ്മയുണ്ടല്ലോ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴത്തെ പാർട്ടിക്ക് മേജർ ഒരു 21 പെഗ് അടിച്ചിട്ട് കല്ല് പോലെ, ഞാൻ ഒരു 18, ചന്ദ്രേട്ടൻ 19. പക്ഷെ ഇത്തവണ ഞാൻ ഈ നായരെ ബിറ്റിയിലേയും കൊണ്ടല്ലോ എന്നെ ദിങ്ങനെ വിളിച്ചോ. ലെഫ്റ്റനന്റ് കിരൺ ചെറിയാൻ പോത്തൻ, യു ആർ ഇൻ എ മീറ്റിംഗ്. അയ്യോ സിറ്റ് ഡൗൺ. ഇരിയടാ അവിടെ. ഓക്കെ സോറി. സോ ചന്ദ്രേട്ടൻ, കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഗ്രൂപ്പിലെ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡിൽ ഇവൻ്റെ പേരുണ്ട്. വെറുതെ നാം കെ വാസ്തെ ഡയറക്ടർ. ഒരു തൊഴിലും ചെയ്യാതെ ശമ്പളവും പേർക്സും പ്രോഫിറ്റ് ഷെയറും വർഷാവർഷം ഈ കളർ ആസ്കലിന്റെ പേരിൽ നമ്മൾ ബാങ്കിൽ അടയ്ക്കുന്നുണ്ട്. അല്ല ചായ, അതേലൊന്നും കയറി കാലണ കൈകൊണ്ട് തൊട്ടിട്ടില്ലേ ഞാൻ. ബാങ്കിൽ എത്ര ഉണ്ടെന്ന് പോലും അറിയത്തില്ല എനിക്ക്. അറിയത്തില്ലെങ്കിൽ അറിയണം. ഇനി മുതൽ ഓരോന്നും കിള്ളിക്കീറി അറിയാൻ പോവാണ് നീ. മേജർ ഷട്ട് അപ്പ്. ചന്ദ്രേട്ടൻ, മേക്ക് ഓൾ നെസസറി അറേഞ്ച്മെന്റ്സ്. ദാ ഒറ്റ വർഷം സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടെ വന്ന് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോവാണ്. അയ്യോ, രവി മാമൻ ഗ്രൂപ്പിലെ ഓരോ ഡിവിഷനിലും യു വിൽ വർക്ക്. എല്ലാ കമ്പനികളിലും ഡയറക്ടർ ആകുവാണ് നീ ഇന്ന് മുതൽ, വിത്ത് ഓൾ ഫെസിലിറ്റീസ്, ബട്ട് ഓഫ് കോഴ്സ് റെസ്പോൺസിബിലിറ്റീസ്. പക്ഷേ ചായ ഞാൻ ഐ സെഡ് ഷട്ട് അപ്പ്. ഇത്രയും കാലം നീ ഇങ്ങനെ തിണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ട് മതിയായി എനിക്ക്. ഗോൾഡ് മൈനയുടെ വെപ്പാട്ടിയുടെ ബോഡി ഗാർഡ്, ഏതോ 4ാം കട സ്ട്രിപ്റ്റീസ് ജോയിന്റിലെ ബൗൺസർ. ഇനഫ് വിത്ത് യുവർ ഡേർട്ടി ജോബ്. ഐ വിൽ ഗിവ് യു ജസ്റ്റ് 1 വീക്ക്. മിക്കവാറും അടുത്ത ആഴ്ച ഒരു യാത്രയുണ്ട് എനിക്ക്, എ ബിസിനസ് ടൂർ ടു ദ വെസ്റ്റ്. ഞാനിവിടെ നിന്ന് പോകുന്നത് മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ ഓഫീസിൽ. 1 വർഷം കഴിഞ്ഞ് യു വിൽ ബി മെയ്ഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫോർ ഓൾ ദ ഡിവിഷൻസ് ടുഗദർ. പിന്നെ ചന്ദ്രേട്ടാ, എന്റെ ആബ്സെൻസിൽ ചന്ദ്രേട്ടൻ എന്ത് തീരുമാനമെടുത്താലും അത് ഇവനും കൂടെ അറിഞ്ഞു വേണം, ഇവനോട് കൂടെ ആലോചിച്ച് വേണം, പോസിറ്റീവ്ലി അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. വാട്ട് യു മീൻ രവി? ചന്ദ്രേട്ടൻ എന്താ പെട്ടെന്നൊരു ഐ എം ഓൾ റൈറ്റ്. എന്തോ പെട്ടെന്ന് രവി ഒരു തീരുമാനം പറഞ്ഞപ്പോൾ ഐ ഗോട്ട് എ ഷോക്ക്. അറിയാലോ രവി, 100 കണക്കിന് കോടികൾ വന്നു മറിയുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിന്റെ എല്ലാ ഭാരങ്ങളും ഈ കിരണനെ പോലെ ഒരു ന്യൂ കമ്മറുടെ തലയിൽ കെട്ടിയേൽപ്പിക്കാന്ന് പറയുമ്പോൾ ഇറ്റ്സ് സൂയിസൈഡൽ. കമ്പനി അത് താങ്ങില്ല. ഹീസ് ടു ഇമ്മച്വർ ആൻഡ് ഹീസ് സച്ച് ആൻ ഇറസ്പോൺസിബിൾ ഫൂൾ. ചന്ദ്രേട്ടൻ പറഞ്ഞ ചായ ശരി. യാതൊരു മുൻപരിചയവും ഇല്ലാതെ, യാതൊരു അച്ചടക്കവും ഇല്ലാത്ത എന്നെ പോലൊരാളെ ഇത്രയും വലിയൊരു സ്ഥാപനം ഏൽപ്പിക്കാന്ന് വെച്ചാൽ സത്യം പറഞ്ഞത്. ഷട്ട് അപ്പ് യു ഫൂൾ. അച്ചടക്കം നിന്നെ പഠിപ്പിക്കാൻ എനിക്കറിയാം. പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് നിന്നെ ഞാൻ പട്ടാളത്തിൽ. ഐ നോ ഹൗ ടു. ആൻഡ് ചന്ദ്രേട്ടൻ, ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ഹിം. ഐ എം സോറി. ചന്ദ്രേട്ടൻ അറിയില്ല, തനിക്ക് കാഞ്ഞിരപ്പള്ളി സ്ലാങ് വിട്ട് വലിയ ഹാഷ് പൂഷ് ഒന്നും ആയില്ലെങ്കിലും പഴയൊരു ഡോൺ സ്കൂൾ പ്രോഡക്റ്റ് ആണ് പ്ലാന്റർ ഷെവലിയാർ ചെറിയാൻ പോത്തൻ്റെ ഈ ഒറ്റ മകൻ. നിങ്ങൾക്കറിയില്ല എൻ്റെ ഈ കള്ള കഴിവേറി ലെഫ്റ്റനന്റിന്റെ മെറ്റൽ. ഹീസ് എ തറോബ്രെഡ്. ഹീസ് ഫിറ്റ് ഫോർ ദ ജോബ്. ഒരുപക്ഷെ എനിക്കും ചന്ദ്രൻ നായർക്കും കഴിയാത്തത് ഇവന് കഴിഞ്ഞു വന്നു വരും. യെസ്, കൺഗ്രാറ്റുലേഷൻസ് യങ് മാൻ. വെൽക്കം ടു ദ ടോപ്പ്. സീ യു രവി. പിന്നെ ചന്ദ്രേട്ടാ, ഒന്ന് പറയാൻ വിട്ടു. ദാ ഇനി മുതൽ ചന്ദ്രേട്ടൻ സൈൻ ചെയ്യുന്ന ഓരോ ചെക്ക് ലീഫിലും ഇവനും ഒപ്പുവെച്ചിരിക്കണം. നോട്ട് ദാറ്റ് ഐ ഡോണ്ട് ട്രസ്റ്റ് യു. ഉത്തരവാദിത്തങ്ങൾ തനിച്ചേക്കണ്ട, ഷെയർ ചെയ്ത് പഠിക്കട്ടെ ഇവനും. യെസ്, യു ആർ റൈറ്റ്. യു ഹാവ് എൻ അപ്പോയിന്റ്മെന്റ് അറ്റ് ഹയാത്ത് വിത്ത് സർ ആർതർ വില്യംസ്. യെസ്, സാഹിബിനോട് എൻ്റെ ഒരു അന്വേഷണം പറഞ്ഞേക്കും. ബട്ട് രവി, ഗോ ഹെഡ്. ദാ ഇതൊക്കെ നിനക്ക് സൈൻ ചെയ്യാനുള്ള പേപ്പേഴ്സ് ആണ്. ടേക്ക് ഇറ്റ്. ചായ പ്ലീസ്, ഇറ്റ്സ് മൈ റിക്വസ്റ്റ്. എന്നെ എങ്ങനെയും ഒന്ന് ഒഴിവാക്കണം പ്ലീസ്. പറഞ്ഞല്ലോ, ദിസ് ഈസ് മൈ ഡിസിഷൻ. വേണമെങ്കിൽ നിനക്ക് ധിക്കരിക്കാം, ആൻഡ് യു ക്യാൻ ഗോ ബാക്ക്. എവിടേക്ക് വേണമെങ്കിലും നിനക്ക് തിരിച്ചു പോകാം. കാഞ്ഞിരപ്പള്ളിയിലേക്കോ വട്ടക്കാട്ടിലേക്കോ ജോഹന്നാസ്ബർഗിലേക്കോ എവിടേക്ക് വേണമെങ്കിലും. പക്ഷേ പിന്നീട് നമ്മൾ തമ്മിൽ കാണില്ല ജീവിതത്തിൽ ഒരിക്കലും. ചായ Come on, Lieutenant. You need a drink? I don't know. Then I need one. Come. Va. നീ വെയിറ്റ് ചെയ്താൽ മതി എയർ സ്റ്റെപ്പിൽ. പ്ലീസ്.
ആലീസ് എവിടെ ആലീസ്? ഇത്തിരി ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ അവള്. ഇപ്പഴിങ്ങ എത്തും. പതിവാക്കത്. അല്ല ഇതെന്താ നീ എങ്ങനെ ഇതൊക്കെ ആയിട്ട്? ഏയ് ജസ്റ്റ് ഹെൽപ്പിംഗ് ആലിസ്. യാത്രയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ അവള് പോയിരിക്കുന്നത്. ഓഫീസിൽ നിന്ന് ലേന വരും, അവൾക്കെതിരെ ഈ പണികളൊക്കെ. ചുമ്മാ നീ വെറുതെ ബുദ്ധിമുട്ടല്ല. അതിനിപ്പോ ആര് പറഞ്ഞു എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാവുന്ന്? അതെ, മുൻപൊരിക്കൽ കുറെ പെയിന്റർ ഫ്രണ്ട്സിന് സഹായിക്കാൻ ലണ്ടനിൽ ഒരു സ്മോൾ ടൈം ആർട്ട് ഗാലറി വിലയ്ക്ക് വാങ്ങിയപ്പോ രവി മാമൻ കോൺഷ്യർ ഓഫ് ആർട്സ് എന്ന് വാഴ്ത്തിയിട്ടുണ്ടെന്നെ ചില പത്രങ്ങൾ. പക്ഷേ ഇന്നിപ്പോ റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനെ കൊണ്ട് ഇങ്ങനെ എന്റെ വീട്ടിലെ അടിച്ചളിയും അടുക്കളപ്പണിയൊക്കെ ചെയ്യിക്കുന്നു എന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാലുണ്ടല്ലോ, തീർന്നു. എന്നെ വല്ല കലാഘാതകനൊന്നോ മറ്റോ എഴുതി തുലച്ചു കളയും പത്രങ്ങൾ. ഇനിയുണ്ടോ? പക്ഷേ ഈ പറയുന്ന സോക്കോൾ റിനോൺ ഡാൻസർ അമ്മു സ്വാമിനാഥൻ ഇഷ്ടമാണെങ്കിലോ ഈ രവി മാമന്റെ വീട്ടിലെ അടിച്ചു തെളിയും അടുക്കള വേലയൊക്കെ? രവിചായ പ്ലീസ്, മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. ഇറ്റ് ഹേർട്സ് സോ ഡീപ്. അമ്മു, വാട്ട് ഡു യു മീൻ? യെസ് അമ്മു, നിനക്ക് എൻ്റെ ഇച്ചായനോട് ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ആലീസ് ഇങ്ങനെ കളിയാക്കുമ്പോഴും അവളുടെ ഒരു കുട്ടിക്കളിന്ന് ചിരിക്കാറേ ഉള്ളൂ ഞാൻ. ബട്ട് നൗ ഐ നോ. ദാ ഇവിടെ ഇങ്ങനെ ആരോരും ഇല്ലാതെ വന്ന് പെട്ട് ഇത്രയുമൊക്കെ സ്നേഹം നിങ്ങൾ വാരിക്കോരി തരുമ്പോഴും ഇത്രയുമൊക്കെ നിങ്ങൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോഴും ഏത് പെണ്ണിനും ഒരുപാട് ഇഷ്ടം തോന്നിപ്പോകുന്ന ഈ അവസ്ഥയിലും പാടില്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ ഞാൻ. കഴിഞ്ഞില്ല. Now I am scared that I am lost in love. അമ്മോ, ഞാൻ എനിക്കറിയാം രവിച്ചായന്റെ പഴയ കാര്യങ്ങളൊക്കെ. പഴയതൊന്നും രവിച്ചായൻ ഒരു കാലത്തും മറക്കാൻ പറ്റില്ല എന്നും അറിയാം. ഒരു പെണ്ണിന് ജീവിതത്തിൽ തരാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും ഒരൊറ്റ സൂസനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്നും എനിക്കറിയാം. സോറി, പഴയതോരോന്ന് ഓർമ്മിപ്പിച്ച് വെറുതെ ഹേർട്ട് ചെയ്തു ഞാൻ രവിച്ചായന്. സാരില്ല. പ്ലീസ്, ഒരു അപേക്ഷയുണ്ട് എനിക്ക്. ഇത്തവണ ഞാനൊരു വിഡ്ഢി തീരുമാനമെടുത്തു എന്ന് കളിയാക്കരുത് രവിച്ചായൻ. ഐ വാണ്ട് ടു ഗോ ബാക്ക്. ഇനി ഇവിടെ നിന്നാല് എനിക്കറിയില്ല, ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകും ഞാൻ നിങ്ങളെ. I can't help it. അന്ന് പറഞ്ഞിരുന്നില്ലേ ഇച്ചായൻ എനിക്ക് എന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന്? ഇച്ചായൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. Hi, Captain. Hello, Mr. Nair. Hello. Oh God, he's Yeah, he's coming. Hi, Ravi. Hi, Captain Khadir. How are you? Fine, thank you. Now come, sir. We're already late. ഇപ്പോൾ തന്നെ ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ we'll upset all our schedules. ആലിസ് എവിടെ? അതെ മേജർ, ദേ ഇവിടെ ഒരുത്തി മോന്തേക്ക് ഇങ്ങനെ കെട്ടി വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ദേ വഴിയിലെങ്ങാനും മൂങ്ങിയാണ്ടല്ലോ, മോളിന്ന് എടുത്ത് താഴേക്ക് ഇട്ടോണം ഈ സാധനത്തിന്. പോടാ, നീ ഇങ്ങനെ ചുമ്മാ സെന്റിമെന്റ്സ് പറഞ്ഞാലൊന്നും കരയാൻ പോണില്ല എന്റെ പെങ്ങളെ. ഷീ ഈസ് വെരി സ്ട്രോങ്. ലേഡി, നീ ഇവിടെ കൊണ്ട് പ്ലെയിൻ എടുത്ത് വാ. അല്ല, ഇവിടെ ഒരാൾ ഇങ്ങനെ കൂനിപ്പിടിച്ച് തനിച്ചു മാറി നിപ്പുണ്ടല്ലേ, ഇപ്പൊ മറന്നേനെ. സോ സ്റ്റിൽ കൺഫ്യൂസ്ഡ് അല്ലേ? അതെ, ഞാൻ ഈ യാത്രയും തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല, പറന്നു കളയും ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞല്ലേ. യു ക്യാൻ ഡു ഇറ്റ്. തിരിച്ചു പോകാൻ നിനക്ക്. പക്ഷേ എത്രയൊക്കെ ദൂരേക്ക് പറഞ്ഞാലും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടി വരും. റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനായിട്ടല്ല, എന്റെ അടുക്കളക്കാരിയായിട്ട്, എന്റെ അടിച്ചലിക്കാരിയായിട്ട്. എന്താ വിരോധം ഉണ്ടാ മോന്? ഏയ്, ഐ മീൻ ഇറ്റ്. ബൈ. ശരി ശരി. ഓൾ ദി ബെസ്റ്റ്. കിരൺ, Okay, Take care. bye, Major. Bye. See you.